തിരുവനന്തപുരം നഗരത്തിലൂടെ KSRTC ബസ്സിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ യാത്രയ്ക്ക് കുറച്ച് കൂടുതൽ സുരക്ഷിതത്വമുള്ള പോലെ. കാരണം എന്താണെന്ന് വഴിയേ മനസ്സിലാകും. ടിക്കറ്റ് തരാൻ കണ്ടക്ടർ വരുന്നുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞ സുരക്ഷിതത്വം എന്ന് അറിയണ്ടേ? ആരാ വണ്ടിയുടെ ഡ്രൈവർ? എൻ്റെ മകനാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഈ സുരക്ഷിതത്വം. അപ്പോൾ ഈ അമ്മയും മകനും എങ്ങനെ ഒരേ KSRTC ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറുമായി? ബസ്സിൽ ഞാൻ നേരത്തെ കണ്ടക്ടറായിട്ട് ഉണ്ടായിരുന്നു. KSRTCയിൽ 12 വർഷത്തോളം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇതിൽ വന്നത്. എനിക്ക് ഈ ജോലിയോട് നല്ല താല്പര്യമാണ്. പിന്നെ മകനെന്ന് പറഞ്ഞാൽ അവന് ഡ്രൈവിംഗ് ഫീൽഡ് അല്ലാതെ വേറൊരു ഫീൽഡ് അവന് വേണ്ട. അവൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അതും ഡെയിലി വേജസിലായിരുന്നു. ഒരേ ബസ്സിൽ ഡ്യൂട്ടി തരുമോ അങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഇതിൽ അങ്ങനെ ഒരു പ്രിഫറൻസ് ഒന്നുമില്ല. എന്തോ സാറന്മാർക്ക് ഇത് വെറൈറ്റി ആയിട്ട് തോന്നിക്കാണും. മകൻ ഓടിക്കുമ്പോൾ അതിൻ്റെതായ ടെൻഷൻ. കാരണം നഗരത്തിൻ്റെ മധ്യഭാഗത്താണ് പോസ്റ്റിങ്. പാസഞ്ചർ എന്ന് പറയുമ്പോൾ അത് അത്രയും വിലപ്പെട്ടതാണ്. അവിടെ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ പോയി, കൈവിട്ട് പോയി. ഒരാഴ്ചയൊക്കെ ഓടി തെളിഞ്ഞ് വരുന്നത് വരെ അത്രയും ഞാനിങ്ങനെ നിൽക്കും. 4 വാക്കിന് നോക്കി നിൽക്കുകയാണ്. സൈഡിൽ ഏതെങ്കിലും വണ്ടി വന്ന് കയറുന്നുണ്ടോ, ആരെങ്കിലും വന്ന് കയറുന്നുണ്ടോ, സഡൻ ബ്രേക്കിങ് വരുമോ. മകൻ ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. കാരണം അവിടെ നിർത്തിക്കൂടെ, അവിടെ നിൽക്കുന്ന ആളെ കയറ്റ്. കാരണം അൺസ്റ്റോപ്പിലൊക്കെ മറ്റൊരു ഡ്രൈവറോട് അൺസ്റ്റോപ്പിൽ നിർത്താൻ പറഞ്ഞാൽ എനിക്ക് യാത്രക്കാരോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെവിടെ നിന്ന് കൈ അടിച്ചാലും നിർത്താൻ കഴിയുമെങ്കിലും നിർത്തുക. അമ്മയും മകനുമാണെന്നറിയാം. സ്ഥിരം ഈ വണ്ടി നല്ല കംഫർട്ടാണ്, സുഖമാണ്, യാത്ര വളരെ സുഖമാണ്. അമ്മ ബെല്ലടിക്കും, മോൻ നിർത്തും, അമ്മ പറയുമ്പോൾ മോൻ വിടും. ഞാൻ വീട്ടിലെ പോലെ ബസ്സിലും അമ്മയുടെ കൺട്രോളിലും മോൻ പോകുന്നുണ്ട്. റൈറ്റ് ടൈമാണ്, കറക്റ്റ് ടൈമിന് അവർ കൊണ്ടുവരുന്നുണ്ട്. യാത്രക്കാരോട് ഫ്രണ്ട്ലിയാണ്. എപ്പോഴും അമ്മയെ കാണാൻ പറ്റും, അമ്മയോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഒരുമിച്ചായതുകൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അമ്മ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം. നമ്മളെ വണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് യാത്രക്കാരുണ്ട്. അമ്മയും ഞാനും ഇല്ലെങ്കിൽ കയറാത്ത ആൾക്കാരുണ്ട് വണ്ടി. മെഡിക്കൽ കോളേജിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവർ ട്രെയിൻ ഇറങ്ങി നിന്നിട്ട് ഇപ്പോൾ ഞാനില്ലെങ്കിലും അമ്മ ഇല്ലെങ്കിലും അവർ മാറി നിന്നാണ്. വീട്ടിലാണെങ്കിലും ഒരു അമ്മയും മോനും അല്ലെങ്കിൽ അമ്മയും മോളും എന്ന് പറയുമ്പോൾ ഭയങ്കര കോണ്ടാക്റ്റ് ആയിരിക്കുമല്ലോ. അവർ എല്ലാം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേക ഫീൽ ഈ ബസ്സിൽ തന്നെ കാണും, വേറെ ബസ്സിലൊന്നും കാണാൻ പറ്റും. ഏകദേശം 14 മണിക്കൂറോളം ചിലവഴിക്കുന്ന ഈ ബസ്സിലാണ്. ഈ ബസ് ഇത് ഞങ്ങളുടെ വീടാണ്. ഈ ബസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ആത്മബന്ധമുള്ള ഒരു സംഗതിയാണിത് ഞങ്ങൾക്ക്. അമ്മയും മോനും ഒരുമിച്ച് ഇങ്ങനെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്ന ഒരു ഭാഗ്യമാണ്. അതിലവർ സംതൃപ്തരാണ്, ഞങ്ങൾ സംതൃപ്തരാണ്. ഇങ്ങനെ അമ്മയും മോനും എനിക്കിഷ്ടമാണ്. മകനും അമ്മയും നിയന്ത്രിക്കുന്ന KSRTC ബസ്സിൽ കുടുംബകാര്യങ്ങളില്ല, എന്നാൽ ബന്ധത്തിൻ്റെ ആഴവുമുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ പൂർണ്ണ തൃപ്തരുമാണ്. ക്യാമറാൻ പ്രേംശശിക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.